ഞാൻ തലാപ്പിലറ്റം ഇജോടക്കപ്പോ പോണു. ഞാൻ വളാഞ്ചേരിക്ക് എന്റെ ഒരു ചങ്ങായിന്റെ അവിടെ വന്നിക്കണു ഓനെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. തലാപ്പിലറ്റം പോണച്ച്. നിങ്ങൾ ഈ വെയിലത്ത് എടുക്ക പോണത് ഈ നട്ടുച്ചക്ക് എന്തോ ഒരു വെയിലാണ്. തലാപ്പിൽ നമ്മളെ മീന് തീരെ വെജാറിന്. നമ്മളെ മയമാക്കാക്കോ കുളിമുറിയില് വീണിക്കാണ്ടേ കാലിന്റെ മുട്ട എന്താ പൊട്ടിക്കണം. നിങ്ങൾ കാണാൻ പോകുമ്പോ പിന്നെ നിങ്ങൾക്ക് ഇനി വെച്ചാതാവും ഈ വെയിലും കൊണ്ടിക്കാണ്ട്. അപ്പൊ വെയിലൊക്കെ കുറവുണ്ട്. ഇന്നെന്താ ആക്കി കാട്ടിക്കാ അവിടെ നിൽക്കും വേണ്ടി അവിടെ കൊണ്ടുപോയി വിട്ടരുള്ളൂ. ഞാൻ അതിന് നിക്ക് അവിടെ നേരം എന്നും സുക്കൂറെ ഓരോന്നുണ്ടാവും അവിടെ കാത്തുനിന്നിട്ട് വിളിച്ചോണ്ട് പൊളിയാണ്. അതേണ് എന്റെ കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു പോകുന്ന കായ് ഞാൻ തരണ്ടേ വണ്ടിക്കായി. ഇത് വണ്ടി അത് നമ്മളെ നിയാസിന്റെ വണ്ടീനെ നമ്മളെ ചങ്ങായി. എനിക്ക് എന്നും ഓരോരുത്തരെ പാലാക്കന്മാരൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവും. നമ്മളെ വണ്ടി അതായത് സൈഡായി കിടക്കല്ലേ. ഞാൻ ഇന്നെണ്ടാക്കിക്കൊണ്ടോ ഞാൻ കേട്ടുന്ന കേറി കേറി നേരെ കുട്ടിയപ്പോഴെ ഒരു ഓട്ടോസ് കിട്ടുമോ? നിങ്ങൾക്ക് കൊടുക്കാനാകാം. ചൂനൂരൊക്കെ പോകണം. ഇപ്പോൾ ഇവിടുന്ന് ഓട്ടോ കിട്ടാൻ പണിയാ. ഇതിപ്പോൾ ഇവിടുന്ന് പോകണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ പാട്ട് കൂടെ വജ്ജുണ്ട്. അങ്ങനെ പോകാൻ പറ്റുമോ? നമ്മളാ പഴയ വജ്ജ് ആ വല്യരിപ്പുണ്ടായിരുന്നേ. അതന്നെ അങ്ങനെ വജ്ജുണ്ടല്ലേ. വണ്ടി കിട്ടൂലല്ലേ? വണ്ടി കിട്ടാനും ഇവിടെ നിങ്ങൾക്ക് 100-150 രൂപ ഇത് കൊടുക്കണ്ടേ, വാടക കൊടുക്കണ്ടേ? ഇങ്ങനോട്ട് പോയാൽ മതില്ല. ഞാൻ പോയി നോക്കട്ടെ. എന്തപ്പത് വീണത്തുള്ള ആള് വെള്ളം കൊടുക്ക് വേഗം കൊടുക്ക് വെള്ളം കൊടുക്ക്. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഇവിടെ കിടക്കണോ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? എന്താ സംഭവിച്ചു നിങ്ങൾക്ക്? തലാപ്പിന്ന് വരും. അപ്പൊ എന്തിനാ പോയിരുന്നു? ചൂനൂരറ്റേ പോണ്ടി. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ഇത് റോഡൊന്നും ഇല്ലാത്ത ഇവിടെ കയറാൻ വയ്ക്കോ നടക്കാൻ വയ്ക്കൂലെന്ന് അറിയില്ലേ? ഈ വരമ്പ് കൂടി ഇവിടെ കൊത്തിപ്പിടിച്ച് കയറാൻ വയ്ക്കൂല നിങ്ങൾക്ക് അറിയില്ല. ഇത് തന്നെ പോരണപ്പോ നിങ്ങൾക്ക് ഒരു 10-50 ഓട്ടോറിച്ച് കൊടുത്തുകാണ്ട് അപ്പുറത്ത് കൂടിയാണ് പോയിക്കൂടെ. എന്തിനും കൂടി കുട്ടി ആയിക്കൂടി ഞാൻ വണ്ടിക്ക് ചോദിച്ചൊരു കുട്ടിനോട്. അപ്പൊ അവിടെ വണ്ടി ഇല്ല പറഞ്ഞ്. വല്ലാത്തൊരു കഥ. ഇവിടെ ഇപ്പോഴൊരു റോഡായിട്ടില്ല. ഇവിടെ റോഡൊന്നും ആവില്ല. ഇവിടെ കോഴിക്കോട്ട് നിന്നാണ്ട് മസ്കത്തേക്ക് പാലം വന്നാലും ഈ 2 കയറ മുട്ടൂല. പൊന്നാര തങ്ങൾ എവിടുന്നപ്പോ ഈ കെട്ടിയടിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ? വല്ലാത്തൊരു കഥ. ഞാൻ ഈ ചൂനൂക്ക് പോന്നാണ് കുട്ടിയെ. ഒരു ഓട്ടോറിക്ഷ നോക്കിയപ്പോ ആ തലാപ്പിൽ ഒരു ഓട്ടോറിക്ഷ കിട്ടാനില്ല. ചൂനൂക്ക് വരികയാണെങ്കിൽ തലറ്റി മൂക്കുടിച്ചും പോലെ വരണം. അവിടെ പോയി നോക്കിക്കണ നിങ്ങള്? അവിടെ ഇപ്പൊ സ്ഥിതി തന്നെ വല്ലാത്തൊരു കഥ കേട്ടോ. ഇത്ര കാലായിട്ട് എന്താണ് ഇപ്പൊ ഇവിടുത്തെ കുഴപ്പം? ഇതെന്താ നന്നാവത്തോട്ടി? കുഴപ്പം 2 നാട്ടുകാർ നന്നായാൽ തന്നെ ഈ റോഡ് നന്നാവും. ഈ ചൂനക്കാരും തലാപ്പുകാരും നല്ല സ്നേഹത്തിലാണല്ലോ. ആണ്. എന്താ ഓൽക്കൊന്ന് ഒരുമിപ്പിച്ചൂടെ? ഇത് ഒരുമിപ്പിച്ച് അവിടുന്ന് അവര് ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. ഒരു 5-6 മീറ്ററില് ആകെ ഒരു 200 ഇവിടെ പാടായിട്ടേറ്റപ്പ ഇനിയിപ്പോ എങ്ങനെ കിടക്കേണ്ടത്? ഇനി നമുക്ക് ഈ പാലം ഉണ്ടല്ലോ, പാലം നമുക്ക് വല്ല MLA ഫണ്ടോ ബ്ലോക്ക് ഫണ്ടോ എന്തേലും പാടം തൂർക്കാൻ പറ്റാത്ത എന്തേലും കുഴപ്പമുണ്ടോ? അതങ്ങനെ ഒന്നുമില്ല. എല്ലാവരും പോയി ഒപ്പിട്ടാൽ ശരിയാവില്ല. പാലപ്പോ നമ്മളെ ഈ കോട്ടക്കല് ഈ ബൈപ്പാസൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയില്ലേ, അതിപ്പോ പാടം തൂർത്ത് അത് മാത്രല്ല ഈ പൊന്മള പഞ്ചായത്തിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ കുഴപ്പം. നമ്മൾ ഈ കോട്ടപ്പുറത്തുനിന്ന് ഈ ഇങ്ങനെ പോയിട്ട് നമ്മളെ ഈ കോട്ടൂരിന്ന് ആണ്ട് പണിക്കൽക്കുന്ന് കോട്ടൂർക്കൊക്കെ റോഡ് 3 അതൊക്കെ ഇപ്പൊ പാടം. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നൂറാടി പോയിന്റ് അവിടുന്നാണ്ട് വേങ്ങർക്ക് എത്തുമ്പോൾ 4 പാലുണ്ട്. വല്ല വീടുണ്ടെങ്കിലെ എന്താ ഇത് മാത്രം ഇങ്ങനെ നിൽക്കും? ഇത് ഞങ്ങൾക്ക് എന്റെ കൊല്ലുമ്പടെ ഇങ്ങനെ ഡ്രോണ് പറക്കും. അത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഡ്രോണ് പറപ്പിക്കണം. ഡ്രോണ് എല്ലാ തെരഞ്ഞെടുപ്പ് തന്നെ ആവുമല്ലോ. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഡ്രോണ് തെരഞ്ഞെടുപ്പിനൊന്നും കാത്തിക്കണ്ട. നിങ്ങളിപ്പോ തലാപ്പിലെ കുട്ടികളല്ലേ? തലാപ്പിലെ കുട്ടികൾ നിങ്ങൾ ചൂരൂരുള്ളതല്ലേ? നിങ്ങളെല്ലാരും കൂടി ഒന്ന് ഒരുമിച്ചാൽ മതി. അതിന് നിങ്ങൾ രാഷ്ട്രീയോ മതോ ഒന്നും നോക്കണ്ട. ഏത് പാർട്ടിക്കാരനാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിക്കാണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിക്കാണ്ട് രാഷ്ട്രീയോ മതോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒരു കമ്മിറ്റി രൂപീകരിച്ചിക്കാണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ മതി. ഇന്നവിടെ റോഡാവും. എനിക്കാവുന്ന എനിക്കറിയാം.
പഞ്ചായത്തിലത്തെ ആൾക്കാരൊക്കെ ഇതൊന്ന് കാണണ്ടേ, ഓലെല്ലാരും കൂടി കണ്ട് ഞമ്മക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു കൊടുക്കി. അപ്പൊ എല്ലാവരും കൂടും, ഒത്തുപിടിച്ചാൽ മലയും പോരുന്നല്ല പണ്ടത്തെ ചെല്ല്. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടി കൊടുക്കി. എനിക്കത് ഈ കാക്കാക്ക് പറയാം. കാരണം ഇന്നെ പോലത്തെ വയസ്സായ ആൾക്കാരൊക്കെ ഇപ്പൊ എന്റെ സ്ഥിതി കണ്ടില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചാലും കൂടി ഗതിയില്ലാതെ ഞാൻ അപ്പോൾ വന്നത്. ഈ കുട്ടികൾ തുള്ളി വെള്ളം കൊടുക്കുന്നതുകൊണ്ടാണ് എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ. ഇതല്ല അവസ്ഥ. അവിടുന്ന് കല്യാണം, തലാപ്പുന്ന് കല്യാണം ഇങ്ങോട്ട് നടന്നേക്കണു, ചൂനൂന്ന് കല്യാണം ആണ്ട് നടന്നേക്കണു. ഇവരൊക്കെ ഇങ്ങനെ നടത്തുന്നില്ലേ? ആ ഒരു റോഡില്ലാത്ത അവസ്ഥയിൽ എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ കായാല്? അപ്പൊ എല്ലാരും കൂടി നിങ്ങളോടെ പറയണ്ടേ, എല്ലാരും കൂടി നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്നിക്കാണ്ട് ഇതിനൊരു തീരുമാനം എടുത്തിട്ട് നമ്മളെ പഞ്ചായത്തിന്റെ ആൾക്കാരും ഇനി നമ്മളെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ശരിയാക്കണം പറ്റിയെങ്കിൽ അങ്ങനെ നോക്കിക്കാണ്ട് നിങ്ങളെ തീരുമാനങ്ങൾ എല്ലാവരും കൂടി എടുക്കണം. എനിക്കതേ പറയാം. ഞാൻ പോട്ടെന്നാ, എല്ലാം അങ്ങനെ പോയി നോക്കട്ടെ. ആ ഞാൻ പോകും വൈക്കും. അത് നിങ്ങൾ ചെഞ്ചിട്ടോ, മാട്ടഞ്ഞ ഒന്നും വേണ്ട. ഞാൻ പോട്ടെന്നാ. അസ്സലാമു അലൈക്കും.